കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസിയുടെ സർജറിയാണ് ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയം. അവനിൽ നിന്ന് അവളിലേക്ക് എന്ന തലക്കെട്ട് നൽകിയാണ് സർജറി കഴിഞ്ഞുവെന്ന് ജാസി ഫോളോവേഴ്സിനെ അറിയിച്ചത്. എന്നാൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയല്ല, ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ സർജറി മാത്രമാണ് ജാസി ചെയ്തതെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. സർജറി കഴിഞ്ഞുവെന്നും പറഞ്ഞ് ജാസി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് കാണിച്ച് ചിലർ വിമർശിച്ച് എത്തിയിരുന്നു. ഇപ്പോഴിതാ പുതിയ വ്ലോഗിലൂടെ സർജറിക്കു ശേഷമുള്ള തൻ്റെ ദിനചര്യകളും വിമർശനങ്ങൾക്കുള്ള മറുപടിയും നൽകുകയാണ് ജാസി. കമ്മ്യൂണിറ്റിയിൽ ഉള്ള പലർക്കും തന്നോട് അസൂയയാണെന്നാണ് ജാസി പറയുന്നത്. ഹെവി ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല, ബാത്റൂമിൽ പോകാൻ തുടങ്ങിയിട്ടില്ല, സർജറി കഴിഞ്ഞ് 5 ദിവസമേ ആയതുള്ളൂ, ലഘുഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, ശ്രീലക്ഷ്മിയാണ് ഭക്ഷണം ഞങ്ങൾക്ക് തയ്യാറാക്കി തരുന്നത്, അവൾ എനിക്ക് സഹോദരിയാണ്, പെട്ടെന്ന് കിട്ടിയൊരു സൗഹൃദമായിരുന്നു, സർജറിക്ക് ശേഷം നെഞ്ചിൽ എന്തോ ഒരു സാധനം വന്നിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കഴിക്കുന്നത്, മരുന്നുകൾ കഴിക്കാനുണ്ട്, പഴവർഗ്ഗങ്ങളാണ് കഴിക്കുന്നതിലേറെയും, ആഷിക്ക് ജ്യൂസടിക്കാൻ മാത്രമേ അറിയൂ, അതുകൊണ്ടാണ് ശ്രീലക്ഷ്മി ഭക്ഷണം തയ്യാറാക്കി തരുന്നത് എന്നും പറയുന്നു ജാസി. റെസ്റ്റ് എടുക്കേണ്ടതുകൊണ്ട് പുറത്തു പോകാൻ കഴിയുന്നില്ല, അതിനാൽ ബോറടിക്കുന്നു, ഡോസുള്ള മെഡിസിൻ ആയതുകൊണ്ട് ഉറക്കം വരുന്നു, റൂമും ബെഡുമായി മാത്രമാണ് ഇപ്പോൾ ജീവിതം, വീട്ടിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് ദിവസം പതിയെ നീങ്ങുന്നത് പോലെ തോന്നുന്നു, സ്റ്റിച്ചിട്ട ഭാഗങ്ങളിൽ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും വേദനയുണ്ട്, ബ്രസ്റ്റിൻ്റെ ഭാഗത്താണ് കൂടുതൽ വേദന തോന്നുന്നത്, ശരീരത്തിൽ ഇല്ലാതിരുന്ന ഒരു സാധനം ഇപ്പോൾ ഉള്ളതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ഏറ്റവും ബുദ്ധിമുട്ട് തല നനയ്ക്കുവാനോ കുളിക്കാനോ പറ്റുന്നില്ല എന്നതാണ്, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഡെറ്റോൾ ഇട്ട് ശരീരം തുടയ്ക്കുകയാണ് ചെയ്യാറുള്ളതെന്നും ജാസി പറയുന്നു. പലരും ചോദിക്കുന്നുണ്ട് ജാസി എന്ത് സർജറിയാണ് ചെയ്തത്, അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷനാണോ കഴിഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് സർജറിയാണ് ഞാൻ ചെയ്തതെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ പാർട്ട്ണർക്കും എല്ലാം ഓക്കെയാണ്, പൂർണ്ണതയുള്ള സ്ത്രീയായി മാറിയെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരിക്കലും ആവില്ലെന്നും എനിക്കറിയാം, എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് പരിശോധിക്കാം, അച്ഛനെയും അമ്മയെയും കൊന്നാലും 2 പക്ഷമുണ്ടാകും, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നോക്കി പോവുക. പിന്നെ ചിലർ പറയുന്നത് കേട്ടു, ഫേമസ് ആകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ടിക്ടോക്കുള്ള കാലം മുതൽ എന്നെ ആളുകൾക്ക് അറിയാവുന്നതാണ്, പല വിവാദങ്ങളും ഞാൻ അറിയാതെ വരുന്നതാണ്, എല്ലാവർക്കും റീച്ചാണല്ലോ ആവശ്യം, ചിലർ റെനെ മെഡിസിറ്റിയിൽ വിളിച്ച് എൻ്റെ സർജറിയെക്കുറിച്ചെല്ലാം അന്വേഷിച്ചുവെന്ന് ഞാൻ അറിഞ്ഞു, കേട്ടപ്പോൾ ചിരിയാണ് വന്നത്, അവരവരുടെ കാര്യം നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ കാര്യം അറിയാൻ എന്തൊരു ത്വരയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ഹാപ്പിയാണ്, പതിയെ പതിയെ സ്ത്രീയായി മാറി വരികയുമാണ്, ആ ജേണിയിൽ ഞാൻ ഹാപ്പിയുമാണ്.